ഇന്നേ ദിവസം സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത് ഭാഗത്ത് നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രധാന പുരോഹിതനുണ്ട്. നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന് നിന്നെ നീതീകരിക്കുന്നതിനും വേണ്ട വില മുഴുവനും ക്രൂശിൽ കൊടുത്ത് ദൈവത്തിന്റെ നീതിയാക്കി നിന്നെ തീർത്ത് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിന്റെ മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഹെബ്രായ ലേഖനം 8-1 നമ്മൾ കാണുകയാണ്, ഇതുവരെ പ്രതിപാദിച്ചതിന്റെ ചുരുക്കം ഇതാണ്: സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. ആർക്കാണ് മഹിമയുടെ സിംഹാസനത്തിന്റെ അരികിലേക്ക് കടന്നു വരാൻ പറ്റുന്നത്? ഹെബ്രായ ലേഖനം 10-19 നമ്മൾ കാണുന്നു, എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ആർക്കാണ് പ്രവേശിക്കുവാൻ സാധിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ കുരിശുബലിയിലൂടെ ദൈവം നീതീകരിച്ച വ്യക്തിക്ക്, യേശുവിന്റെ രക്തത്തിലൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. നമ്മുടെ ഒരു ക്വാളിറ്റിയോ യോഗ്യതയുമല്ല. ഇന്ന് യേശുക്രിസ്തുവാണ് എന്റെ പരിത്രാണം. കൊരിന്ത്യർ ലേഖനം 1 പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്, യേശുവാണ് നമ്മുടെ ജ്ഞാനം, നമ്മുടെ നീതി, നമ്മുടെ വിശുദ്ധീകരണം, പരിത്രാണം. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് സീലാസും കാരാഗ്രഹത്തിൽ കടക്കുമ്പോൾ അവർക്ക് ഈ ബോധ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. യേശുക്രിസ്തുവിലൂടെ പിതാവുമായിട്ട് അനുരഞ്ജനത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമുണ്ട്. ചില സഹനത്തിന്റെ നടുവിൽ ഇന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ പരിത്രാണമായ ദൈവത്തെ മുറുകെ പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചേ. പുത്രനാം ദൈവത്തിന്റെ മഹിമയുടെ അഭിഷേകം, മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് വാണരുളുന്ന പുത്രനാം ദൈവത്തിന്റെ ശക്തി, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഈ സീസണിൽ വിടുതലിന്റെ മേൽ വിടുതലായി ത്രിയേക ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് ആ മഹത്വത്തിന്റെ ഗ്ലോറി സിഗ്നേച്ചർ ചില മേഖലകളിൽ വെളിപ്പെടുകയാണ്. ദൈവമഹത്വത്തിന്റെ ഗ്ലോറി സിഗ്നേച്ചർ ചില മേഖലകളിൽ നിങ്ങൾക്കായി, കർത്താവിന്റെ അപ്രൂവൽ നമ്മൾക്കായി കടന്നു വരികയാണ്. ചില വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുന്നല്ലേ? ദ ഗ്ലോറി സിഗ്നേച്ചർ ഓഫ് ഫാദർ ഇസ് കമ്മിങ് ഓഫ് ഫോർ യു. ഹി ഹാസ് സൈൻഡ് ഇറ്റ് ഫോർ യു. റിസീവ് ഇറ്റ് ബൈ ഫെയ്ത്ത്. ഇന്ന് യേശുവിന്റെ നമ്മുടെ ഒരു യോഗ്യത ഇവിടെ മുറുകെ പിടിക്കല്ലോ കേട്ടോ. നമ്മൾ എളുപ്പപ്പെട്ടോണം. ഇതാ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിനെ കുറിച്ച് പൗലോസയെ പഠിപ്പിക്കണം. അവർക്ക് എന്നാ പറ്റിപ്പോയെ? അവരുടെ സ്വയത്തിൽ, നമ്മൾ ഒരിക്കലും നമ്മൾ എന്തോ വലിയ സംഭവമാണ്, നമുക്കെന്തോ അറിവുണ്ട്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പാണ്ഡിത്യം, ഇതിലൊന്നും നമ്മൾ അഭിമാനിക്കരുത്. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസയെ പഠിപ്പിക്കണം, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. വേറെ എവിടെയെങ്കിലും അഭിമാനിക്കാൻ നമുക്ക് വകുപ്പുണ്ടോ? പറഞ്ഞേ, എവിടെയെങ്കിലും അഭിമാനിക്കാൻ വകുപ്പുണ്ടോ? ഒരു സ്ഥലത്തേ ഉള്ളൂ, കർത്താവിൽ. 1 കൊരിന്ത്യർ 1-30 യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന് ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഐ പ്രേ ഫാദർ, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങൾ എല്ലാവരും വഴി നടത്തണമേ. എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചേ, എന്റെ യേശുവിന്റെ രക്തത്തിലൂടെ ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു, എന്റെ കുടുംബത്തെ മുദ്രയിടുന്നു. ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ സമ്പത്തിനെയും, ഞങ്ങളുടെ വരുമാന മാർഗത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തെയും, ഞങ്ങളുടെ ആരോഗ്യത്തെയും എല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കും. കുടുംബാംഗങ്ങളെയൊക്കെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. കാരണം യേശുവിന്റെ രക്തത്തിലൂടെയാണ് ദൈവമഹത്വത്തിന്റെ ആ വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. യേശുവിന്റെ രക്തത്തിൽ നമ്മൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധ സ്ഥലത്തിന്റെ വലിയൊരു സംരക്ഷണ കവചം നമ്മുടെ ചുറ്റും വെളിപ്പെടുകയാണ്. ഗോഡ് ബ്ലസ് യു.